കെ.എൻ. പ്രശാന്തിൻ്റെ പൊനം എന്ന നോവൽ ഒരു യാത്രയാണ്. കഥകൾ തേടിയുള്ള യാത്ര. കാടും ചോരയും കാമവും ജീവിതങ്ങളുടെ തകർച്ചയും ഒക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇതൊരു അസാധാരണ കഥ പറച്ചിൽ കൂടിയാണ്. ബോംബിന് ആളെ തിരിയൂല, അത് വേണ്ടുന്നോനെയും വേണ്ടാത്തോനെയും കാണും. പക്ഷെ തോക്കിന് കണ്ണും ചെവിടുമുണ്ട്, അത് പരിചയമുള്ളവനെ മാത്രമേ കാണൂ. വേണ്ടാത്ത ഒരുത്തനും ഇന്നോളം ഈടെ ചത്തിട്ടില്ല. ഇത് തോക്കിൻ്റെ നാടാന്ന്. പൊനം എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കരിയൻ എന്ന വൃദ്ധനാണ് ആദ്യം കഥ പറഞ്ഞു തുടങ്ങുന്നത്. കട്ടിയായ ഇരുട്ടുള്ള, കാമത്തിൻ്റെ ചൂടുള്ള, കാട്ടുമൃഗങ്ങളുടെ പുളപ്പുള്ള കരിമ്പനം എന്ന ഒരിടത്തേക്ക് നമ്മെ കരിയൻ നയിച്ചു കൊണ്ടുപോകും. പുനം ഒരു കൃഷിയാണ്. കാട് പിടിച്ച പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചും പുല്ലും കാടും ചുട്ടുകരിച്ചുമാണ് കൃഷിക്ക് ഭൂമി ഒരുക്കുന്നത്. പുനമാണ് പൊനമായി മാറിയത്. കാസർഗോഡ് വനാതിർത്തിയിലെ ഒരു ഇരുണ്ട പ്രദേശം വെട്ടിത്തെളിച്ചാണ് എഴുത്തുകാരൻ കഥയ്ക്കുള്ള ഭൂമിക ഒരുക്കിയിരിക്കുന്നത്. കഥയുടെ ഭൂമിക വന്യവുമാണ്. കരിമ്പനത്തിൻ്റെ കഥ തേടിയെത്തുന്ന ചെറുപ്പക്കാരനായ ഒരു സിനിമാക്കാരൻ്റെ പിന്നാലെ പോയാണ് വായനക്കാർ കഥ കണ്ടെത്തുന്നത്. പാമ്പിൻ്റെ പൊത്ത് എന്ന ഒരർത്ഥം കൂടി പൊനം എന്ന വാക്കിനുണ്ട്. കാട് കടന്ന് പൊത്ത് തിരഞ്ഞു പിടിച്ച് പാമ്പിനെ പുറത്തു ചാടിക്കുന്ന അതിവിദഗ്ധമായ രീതിയിലേക്ക് കഥാപ്രമേയവും വികസിക്കുന്നത് കാണാം. കാടും നായാട്ടും കള്ളത്തടി വെട്ടും വാറ്റും കോഴിപ്പോരും രാഷ്ട്രീയവും വ്യഭിചാരവും കഥയിൽ നിറയുന്നുണ്ട്. ധാരാളം നാട്ടുകഥകളുമുണ്ട് ഇതിൽ. കരിമ്പുനത്തിൻ്റെ കാമനകളെ അടക്കുന്നവളാണ് ചിരുതയെന്ന സ്ത്രീ. ഇവളുടെ തിരോധാനം കാമമടങ്ങാത്ത പുരുഷന്മാരിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. ഒടുവിൽ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അവളെ കണ്ടെത്താൻ ഭാര്യമാർ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ഭാഗമുണ്ട് ഈ നോവലിൽ. ഇവരുടെ ജീവിതത്തിൽ ഒളിച്ചുകളികളില്ല. എല്ലാ യുദ്ധങ്ങളും നേരിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ശിക്ഷകൾക്ക് മാരക പ്രഹരശേഷിയുമുണ്ട്. അങ്ങനെ ഒരു ഇടത്തേക്ക് വായനക്കാരനെ വശീകരിച്ച് കരിയൻ എന്ന വൃദ്ധൻ കൊണ്ടുപോകുന്നു. പുരുഷന്റെ ആധിപത്യത്തിന്റെ കഥ മാത്രമല്ല ഇത്. സമർത്ഥരായ, ശക്തരായ, ബുദ്ധിമതികളായ ആണിന്മേൽ അധികാരം സ്ഥാപിക്കുന്ന പെണ്ണിന്റെ കൂടി കഥയാണിത്. കാസർഗോഡിന്റെ തുളുവും മലയാളവും കന്നഡയും കലർന്ന ഭാഷയും നാടൻ പ്രയോഗങ്ങളും രചനാരീതിയുടെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്കിലങ്ങ് ഓടിച്ചു പോകാൻ വായനക്കാരന് ഒരിക്കലും കഴിയില്ല. പല വാക്കുകളുടെയും അർത്ഥം പെട്ടെന്ന് പിടികിട്ടിയെന്നും വരില്ല. കോഴിക്കെട്ടും മറ്റും ഇപ്പോഴും ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കാറുള്ള ഒരു ആചാരം കൂടിയാണ്. കുറുക്കൻ്റെ രോദനങ്ങളും പന്നിയുടെ അനക്കങ്ങളും കാടിൻ്റെ മറ്റ് ശബ്ദ വ്യതിയാനങ്ങളും മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് അനുസൃതമായി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നോവലിലെ ഒറ്റ കഥാപാത്രം പോലും സ്നേഹത്തിനോ കാമത്തിനോ വേണ്ടി ആരോടും സംസാരിക്കുന്നില്ല. അതെല്ലാം ചില സൂചനകളിലൂടെയും നോട്ടത്തിലൂടെയും പ്രതിഫലിപ്പിക്കുകയാണ്. സ്നേഹം അദൃശ്യമായ ഒരു രേഖയാണിതിൽ. പുരുഷൻ സ്നേഹത്തിനപ്പുറം തിരയുന്ന രതിയെ ഉച്ചിരിയും ചിരുതയും പാർവതിയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, കാമമൊഴിഞ്ഞ പുരുഷനോളം നിസ്സഹായനായ മറ്റൊരു ജന്തുവും ഭൂമിയിലില്ല എന്ന്. കരിയൻ കട്ടിയായ ഇരുട്ടുള്ള കരിമ്പനമെന്ന വലിയൊരു ഗുഹയിലൂടെയാണ് വായനക്കാരനെ കടത്തിവിടുന്നത്. ചില സമയങ്ങളിൽ വായനക്കാരനും കഥാപാത്രമായി മാറുന്ന സ്ഥിതിവിശേഷവും ഇതിലുണ്ട്.